ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അവസാനവട്ട തയ്യാറെടുപ്പുകളാണ് പമ്പയിൽ എവിടെയും നടക്കുന്നത്. പ്രധാന വേദിയുടെയും പാനൽ ചർച്ചകൾ നടക്കുന്ന സമ്മേളന ഹാളുകൾ, ഭക്ഷണശാലകൾ, സ്വീകരണ മുറികൾ ഇവയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. 25 രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള 3500 പ്രതിനിധികൾക്കുള്ള ഇരിപ്പിടമാണ് പ്രധാന വേദിയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. പമ്പയുടെ പവിത്രത കാത്തുസൂക്ഷിച്ച് മണപ്പുറത്തിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് ദോഷം വരാതെ പൂർണ്ണമായും ഹരിത ചട്ടം പാലിച്ചാണ് പന്തൽ നിർമ്മിച്ചത്. ഇതിനോട് ചേർന്ന് ഗ്രീൻ റൂമുമുണ്ട്. 25 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുകയാണ് അയ്യപ്പ സംഗമത്തിന്. ഇപ്പോൾ കന്നിമാസ പൂജ ദർശനം നടക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ മീഡിയ റൂം ഉൾപ്പെടെ പ്രധാന വേദിയോട് ചേർന്നാണ് തറയിൽ നിന്ന് ഒരടി ഉയരത്തിൽ പ്ലൈവുഡിലാണ് പ്ലാറ്റ്ഫോം. ഹിൽ ടോപ്പിൽ 2 പന്തലുണ്ട്. പാനൽ ചർച്ചയ്ക്കായി 4500 ചതുരശ്ര അടി, ഭക്ഷണശാലയ്ക്കായി 7000 ചതുരശ്ര അടി പന്തലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പമ്പ തീരത്തും ഭക്ഷണ സൗകര്യമുണ്ട്. ഇതിനായി 7000 ചതുരശ്ര അടിയിൽ ജർമ്മൻ പന്തലാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള പ്രദർശനമേളയ്ക്കായി 2000 ചതുരശ്ര അടി വിസ്തൃതിയിൽ മറ്റൊരു പന്തലുമുണ്ട്. വിവാദങ്ങൾ ധാരാളമുണ്ട്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അടുത്ത ദിവസം അയ്യപ്പ സംഗമം ആരംഭിക്കാനിരിക്കുന്നത്. ഈ അവസരത്തിൽ ശ്രദ്ധേയമാകുന്ന ഒരു പേരുണ്ട്, രാജമാണിക്യം എന്ന പേര്. രാഷ്ട്രീയ തന്ത്രജ്ഞൻ, മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന വിശേഷണവും ഇദ്ദേഹത്തിന് ഉണ്ട്. പിണറായിയുടെ വിശ്വസ്തൻ, ഇങ്ങനെ ഇദ്ദേഹത്തിനുള്ള വിശേഷണങ്ങൾ നിരവധിയാണ്. പിണറായി ഭരണത്തിൽ ചുരുക്കം ചിലർക്ക് മാത്രം കിട്ടുന്ന അധികാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നേടിയ ഒരു IAS ഉദ്യോഗസ്ഥനാണ് രാജമാണിക്യം. റവന്യൂ ദേവസ്വം സെക്രട്ടറിയാണ് അദ്ദേഹം. ഇദ്ദേഹമാണ് പമ്പയിൽ നടക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രധാന സൂത്രധാരനായി കരുതപ്പെടുന്നത്. കേവലം ഒരു ആത്മീയ സംഗമം മാത്രമല്ല പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമം. വളരെ ശ്രദ്ധയോടുകൂടി കോർഡിനേറ്റ് ചെയ്ത ഒരു രാഷ്ട്രീയ നീക്കവും അതിലുപരി ഒരു ഫണ്ട് ശേഖരണവും ഒക്കെയാണ് ഈ പരിപാടി എന്നാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഫണ്ട് പിരിവ് നിർണായകമാണ്. ആ അവസരത്തിൽ സർക്കാരിന്റെ ഏറ്റവും വിശ്വസ്തനായ സംഘാടകനും പണപ്പിരിവുകാരനുമായ രാജമാണിക്യം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നേതാവ് എന്നതിനപ്പുറം വളരെ വിവേകപൂർവ്വം ഫണ്ട് ശേഖരിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിലും രാജമാണിക്യം പേരെടുത്തു കഴിഞ്ഞു. 7 കോടി രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ പരിപാടിക്ക് വേണ്ട പണം പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തുന്നത്. ഇതിലൂടെ സർക്കാരിന്റെയും ക്ഷേത്രത്തിന്റെയും ഫണ്ടുകൾ നേരിട്ട് ഉപയോഗിക്കാതെ പരിപാടി നടത്താൻ സാധിക്കും. എന്നാൽ സംഗമത്തിലൂടെ ബിസിനസ് പ്രമുഖരെയും സാമ്പത്തികമായി സഹായിക്കുന്നവരെയും ഭരണപക്ഷത്തോട് കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ആഗോള അയ്യപ്പ സംഗമത്തിനുണ്ട് എന്ന് ആഭ്യന്തര വൃത്തങ്ങൾ പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ചുമതല രാജമാണിക്യത്തിനാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഒരിക്കലും ഈ പരിപാടിക്ക് ഒരു ആത്മീയ കൂട്ടായ്മ എന്നതിനേക്കാൾ സാമ്പത്തിക സമാഹരണം എന്നുള്ള ഒരു പരിവേഷമാണ് നൽകിയിരിക്കുന്നത്. ഈ സംഗമത്തിന്മേലുള്ള രാജമാണിക്യത്തിന്റെ ആ ഒരു ഹോൾഡ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. ശബരിമലയിലെ ദ്വാരപാലകരെ ചെന്നൈയിലേക്ക് മാറ്റാനുള്ള വിവാദ തീരുമാനം തന്നെയാണത്. ദേവസ്വം ബോർഡിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല. വകുപ്പ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിൽ നടന്ന ഈ നീക്കം അദ്ദേഹത്തിന്റെ സ്വാധീനം എത്രത്തോളമാണ് എന്നാണ് കാണിക്കുന്നത്. ദീർഘകാലം എറണാകുളം കളക്ടറായിരുന്ന രാജമാണിക്യത്തിന് പല ഹൈക്കോടതി അഭിഭാഷകരും ജഡ്ജിമാരുമായി നല്ല അടുപ്പമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള IB റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊളീജിയം ജഡ്ജിയായി ശുപാർശ ചെയ്ത വ്യക്തിയുടെ പേര് കേന്ദ്ര സർക്കാർ നിരാകരിച്ചതും വാർത്തയായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് ഔദ്യോഗിക ചുമതല നൽകിയിരിക്കുന്നതെങ്കിലും സംഗമത്തിന്റെ യഥാർത്ഥ അധികാരികൾ രാജമാണിക്യവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ CM രവീന്ദ്രനും മന്ത്രി വാസവനും അടങ്ങുന്ന ഒരു ചെറിയ സംഘത്തിനാണ്. അവരാണ് പരിപാടിയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നത്. തീരുമാനങ്ങൾ നടപ്പാക്കാൻ നോർക്ക ഡയറക്ടർ ആസിഫ് യൂസഫിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നൽകിയിരിക്കുന്നത്. ഭരണകക്ഷിയുടെ വിശ്വസ്തരെ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീരുമാനമെടുക്കുന്നതിലുള്ള ഈ ഒരു കേന്ദ്രീകരണം സ്വാഭാവികമായും ചർച്ചകൾക്ക് വഴിമാറുകയാണ്. സർക്കാർ ഈ പരിപാടിയെ ഒരു രാഷ്ട്രീയ നാടകമായി ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് ഉയരുന്ന ആരോപണങ്ങൾ. എതിരാളികൾ അത്തരത്തിൽ ആരോപിക്കുന്നുണ്ട്. എന്നാൽ വിമർശകരെയും കോടതി കേസുകളെയും ഒരുപോലെ രാജമാണിക്യം കൈകാര്യം ചെയ്യുന്നതിലെ കാര്യക്ഷമതയെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കാലതാമസവും തർക്കങ്ങളും പലപ്പോഴും വലിയ പദ്ധതികളെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിൽ ഈ സംഗമം കൃത്യനിഷ്ഠയോടെ നടക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. അതിനുള്ള പ്രധാന കാരണമായി കാണിക്കുന്നത് രാജമാണിക്യത്തിന്റെ ഇടപെടലുകളാണ്. സംഗമത്തിന്റെ ചുമതല രാജമാണിക്യത്തിന് നൽകാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം തികച്ചും രാഷ്ട്രീയ നീക്കം എന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ. ശബരിമലയുടെ ആഗോള പ്രശസ്തി വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണമുന്നണിയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ അടിത്തറ ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ സാധിക്കും. 3ാം പിണറായി സർക്കാർ KM എബ്രഹാമിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതോടെ പിണറായിയുടെ ഏറ്റവും വിശ്വസ്തന ഉദ്യോഗസ്ഥനായി ഉയർന്നു വന്ന രാജമാണിക്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടാവും. പണം സമാഹരിക്കാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും എല്ലാ കാര്യങ്ങളും തന്റെ നിയന്ത്രണത്തിൽ നിർത്താനും കഴിവുള്ള രാജമാണിക്യം സ്റ്റാലിനുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ന്യൂസ് ഡെസ്ക് കർബാസ്.